ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലുലു ഷോപ്പിംഗ് പാർട്ട് ത്രീ വേണമെങ്കിൽ എനിക്ക് പറയാം. ലുലു നോക്കുമ്പോൾ മൊത്തം ഒരു ക്രിസ്മസ് വൈബാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന നമ്മുടെ സാലഡ്സൊക്കെ കിട്ടി. ഞാനെടുത്ത് ഇടുകയും ചെയ്തിട്ട് എങ്ങാനും അത് പൊട്ടിയാലോ വിചാരിച്ചു. കാരണം പ്ലാസ്റ്റിക് കണ്ടെയ്നർ അല്ലേ. പിന്നെ അതിനെ എടുത്ത് നേരെ വെച്ച് പിന്നെ കുറച്ച് സാധനങ്ങൾ ഞങ്ങളില്ലേ ഇതൊന്നല്ല വിറ്റ്. ഇതിൻ്റെ അവസാന ട്വിസ്റ്റുകൾ ഇങ്ങനെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വാരി വലിച്ച് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ടോയ്ലറ്റ് ക്ലീനർ, പിന്നെ ലൈസോള്, കംഫർട്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മാക്സിമം എടുക്കുന്നുണ്ട്. ലുലുവിലൊക്കെ പോയുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ കാണുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ളതായിരിക്കും കേട്ടോ. അല്ലാത്ത പക്ഷം നമ്മൾ ചെറിയ കടകളിൽ പോകുമ്പോൾ വേണ്ട സാധനങ്ങൾ മാത്രം നോക്കിയിട്ട് അങ്ങ് മേടിച്ചിട്ട് വരും കേട്ടോ. ലുലുവിലൊക്കെ പോകുമ്പോൾ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ മേടിച്ചിട്ട് വരും. ഇത് കണ്ടില്ല, 5 ലിറ്ററിൽ ലിക്വിഡാണ് വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 ലിറ്ററിൻ്റെ ലിക്വിഡായിരുന്നു. എനിക്കത് പൊക്കാൻ പോലും ആവുന്നില്ല. പിന്നെ കുറച്ച് ഈത്തപ്പഴം എടുത്തു, പിന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് എടുത്തു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചൊരു കാരണം സോയ സോസ് ആയിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു ഫുഡ് കളറുടെ ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ വാനില എസൻസ് നോക്കിയപ്പോൾ എനിക്ക് അവിടെ കിട്ടിയില്ല. കണ്ടില്ലേ, ക്രിസ്മസിൻ്റെ എന്ത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പാപ്പയില്ലേ, ക്രിസ്മസ് പാപ്പ, അതിനെ എടുത്തിട്ട് ഓട്ടാനേ എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ആ ട്രോളി ഉന്തി എനിക്ക് മടുത്ത്. അപ്പം ഞങ്ങൾ 2 പേരുടെ സാധനം ഒരു ട്രോളിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷംതത്തൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി കുറച്ച് എനിക്ക് വയ്യാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇത് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഫ്രഞ്ച് ഫ്രൈസ്. അവർ എൻ്റെ അടുത്ത് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, അമ്മ ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചിട്ട് വരണമെന്ന്. പിന്നെ യോഗേർട്ട്, ഞാൻ ആദ്യം ഒരു ഗ്രീൻ കളർ യോഗേർട്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ട് ഗൈസ്, അതാണ്. പിന്നെ അതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുക്കൊക്കെ ചെയ്യാനുള്ളത് കാരണം മിൽക്കി മിസ്റ്റിൻ്റെ എടുത്തു കേട്ടോ. പിന്നെ പനീർ ബട്ടർ, ഉണ്ണിക്കുട്ടന് പനീർ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ പനീർ മേടിക്കുകയാണെങ്കിൽ ബട്ടർ മാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബട്ടർ എടുത്തു, പനീർ എടുത്തു. പിന്നെ ഫ്രൂട്ട് സെക്ഷനിൽ പോകുമ്പോഴാണ് ഗൈസ് കോമഡി കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെയൊക്കെ പൈസ ഇട്ടിട്ട് തല കറങ്ങി കേട്ടോ. ഞാൻ പിന്നെ അത് അവിടെ തന്നെ വെച്ച്. അവക്കാഡോ കണ്ടപ്പോൾ ഈ ഷംതാദ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് കേട്ടിട്ട് ചിരി വന്നൊരു കാര്യമാണ്, ഇതെന്ത് ഈ കറുത്ത അവക്കാഡോ എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ അവക്കാഡോ ഒക്കെ ഉണ്ട്, ഇമ്പോർട്ടഡ് അവക്കാഡോ ആണ്, നിങ്ങൾക്കത് കാണാത്തക്കാരനാണ് പറഞ്ഞിട്ടോ. ഈ മുന്തിരി എടുത്ത് നോക്കണതല്ല ആൾ പറഞ്ഞേ നമുക്കിത് കഴിച്ചു നോക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് ആളിരുന്ന് തിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അയ്യോ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ഇത് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ ഞാനും എടുത്തങ്ങ് കഴിച്ച്. അവരേന്ന് തെറി കേൾക്കും, ദൈവത്തിന് മാത്രമേ അറിയുന്നൊരു കാര്യമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് വേറെ ചിരിച്ച് കളിച്ച് നേരെ പോയത് മഷ്റൂം എടുക്കാനാണ്. ഉണ്ണിക്കുട്ടിന് ഏറ്റവും ഇഷ്ടമുള്ളത് ക്രീമി മഷ്റൂമാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് വേണ്ടിയാണ് ഞാൻ കൂടുതലും ഷോപ്പ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പേസ്ട്രീസും കൂടി വാങ്ങിച്ചു. ബാക്കി വീഡിയോ ഞാൻ പിന്നീടാം.